Hello dear students, welcome to a new online class. We are discussing the third chapter of Plus 1 Accountancy, recording of transactions first, and we are in our 28th session. Plus 1 Accountancy ile മൂന്നാമത്തെ പാഠം recording of transactions first എന്ന ചാപ്റ്ററിന്റെ 28ാമത്തെ ക്ലാസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. In our previous class we discussed the preparation of ledger accounts directly, that is without preparing journal, and this is our second problem related with or in connection with the preparation of ledger accounts. Read the question. You are asked to prepare Rajan account from the following transactions. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് വായിച്ചിട്ട് രാജൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പേപ്പർ എടുത്തിട്ട് എഴുതിയെടുക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കുക. The first one, 1/5/2021, 1/5/2021, sold him goods 1200, 1200 രൂപയുടെ സാധനം രാജന് വിറ്റു. 4/5/2021, received from him 400 and allowed discount 25. എന്താണ്? മെയ് 4-ാം തീയതി received from his 400, അയാളിൽ നിന്ന് 400 രൂപ ക്യാഷ് കിട്ടി. And allowed him a discount 25, 25 രൂപ ഡിസ്കൗണ്ട് കൂടെ കൊടുത്തു. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ട്രാൻസാക്ഷൻ ആണ്. തേർഡ് വൺ, 7/5/2021, purchased from him 500 rupee, 500 രൂപയുടെ സാധനങ്ങൾ അവനിൽ നിന്നും രാജനിൽ നിന്നും വാങ്ങിച്ചു. ഇപ്പം ഞാനിപ്പം എൻ്റെ കമ്പനിയാണെങ്കിൽ ഞാനാണ് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് 9/5/2021, returned goods to him, നമ്മൾ വാങ്ങിച്ചിരുന്ന സാധനം അവന് തിരിച്ചു കൊടുത്തു. റിട്ടേൺഡ് ഗൂഡ്സ് ടു ഹിം മീൻസ് പർച്ചേസ് റിട്ടേൺ 50 രൂപയുടെ സാധനം അവന് തന്നെ നമ്മൾ റിട്ടേൺ ചെയ്തു. നെക്സ്റ്റ് 11/5/2021, റിസീവ്ഡ് ഫ്രം ഹിം ക്യാഷ് 200, രാജനിൽ നിന്നും 200 രൂപ ക്യാഷ് നമുക്ക് കിട്ടി. റിസീവ്ഡ് ഫ്രം ഹിം ക്യാഷ് 200 rupees. നെക്സ്റ്റ് 14/5/2021, സോൾഡ് ഹിം 600. Next 15/5/2021, he returned goods 75. അവൻ 75 രൂപയുടെ സാധനം റിട്ടേൺ ചെയ്തു. അതെന്താണ്? സെയിൽസ് റിട്ടേൺ ആണ്. രാജൻ നമ്മുടെ കസ്റ്റമർ ആണ്. രാജൻ നമുക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിൽസ് റിട്ടേൺ ആണ്. ക്ലിയർ? അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് 21/5/2021, സെൻഡ് ഹിം ക്യാഷ് 175 rupees, അവന് പൈസ കൊടുത്തു 175 രൂപ. നെക്സ്റ്റ് 25/5/2021, പർച്ചേസ്ഡ് ഫ്രം ഹിം 220, 220 രൂപയുടെ സാധനങ്ങൾ രാജനിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. ക്ലിയർ? ദീസ് ആർ ദ ഡിഫറെന്റ് ട്രാൻസാക്ഷൻ. സോ ബിഫോർ സോൾവിംഗ് ദിസ് ക്വസ്റ്റ്യൻ you should read the transactions thoroughly, and if you feel any confusion in any transaction, again and again read the question and try to understand what the transaction means, and accordingly you have to prepare journal in your mind and write directly in ledger account. And while solving this problem, if you feel any problem or any confusion related with solving such questions, no problem, you can write the journal entry in a A4 sheet and you can solve this. Anyway, our duty is direct preparation of ledger accounts. ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ആദ്യത്തേത് നോക്കുക. 1/5/2021, സോൾഡ് ഹിം ഗൂഡ്സ് 1200. അപ്പൊ അതിനു മുമ്പേ രാജൻ അക്കൗണ്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതിന്റെ ഡെബിറ്റ് സൈഡ് ആണ്, അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇതിന്റെ ക്രെഡിറ്റ് സൈഡ് ആണ്. ഡെബിറ്റിന് DR ആണ്, അതിന്റെ കൂടെ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് CR ആണ്, അതിന്റെ കൂടെ ഒരു ഡെബിറ്റ് ഉണ്ടായിരിക്കും. ബൈ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ? ആദ്യത്തെ ട്രാൻസാക്ഷൻ, സോൾഡ് ഹിം ഗൂഡ്സ് 1200, 1200 രൂപയുടെ സാധനം അവന് വിറ്റു. എൻട്രി എന്താ? രാജൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് രാജൻ അക്കൗണ്ട് ആണ്. രാജൻ അക്കൗണ്ടിന്റെ അകത്ത് ഒരു കാരണവശാലും ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ രാജൻ എന്ന പേര് വരാൻ പാടില്ല. മറിച്ച് രാജന്റെ കൂടെ ആരാണോ ഉള്ളത് അതാണ് ഇതിനകത്ത് വരേണ്ടത്. അപ്പൊ ആദ്യത്തെ എൻട്രി എന്താ? ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പൊ സോൾഡ് ഹിം ഗൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷനും വേണ്ട, ക്യാഷ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടേ ഇല്ല. സോ ഇറ്റ്സ് എ ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ എന്താ എൻട്രി പറഞ്ഞ? രാജൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പൊ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 1200. റൈറ്റ് ദ ഡേറ്റ് 1/5/2021. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തു, അവിടെ ഒരു ടിക്ക് മാർക്ക് ഇടുക. സെക്കൻഡ് വൺ, റിസീവ്ഡ് ഫ്രം ഹിം 400 and allowed him a discount 25. Received from him 400. രാജൻ നമുക്ക് 400 രൂപ തന്നു.
ആൻഡ് അലൗഡ് ഹിം എ ഡിസ്കൗണ്ട് 25. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവന് ഒരു 25 രൂപ ഡിസ്കൗണ്ട് കൂടെ അലോ ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഡിസ്കൗണ്ടിന്റെ കേസാണ്. 2 ടൈപ്പ് ഡിസ്കൗണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും പോകുന്നില്ല, നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ റിസീവ്ഡ് ഫ്രം ഹിം. ഇപ്പോൾ സപ്പോസ് ദർ ഈസ് നോ ഡിസ്കൗണ്ട് ഇല്ല എങ്കിൽ എന്തായിരിക്കും എൻട്രി? റിസീവ്ഡ് ഫ്രം ഹിം 400. 400 രൂപ രാജൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു രാജൻ അക്കൗണ്ട്. അതിൽ സംശയമില്ലല്ലോ ആർക്കും. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു രാജൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 400, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും 400 എഴുതും. രാജൻ നമുക്ക് പൈസ തന്നു കഴിഞ്ഞാൽ, ശരി, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. രാജൻ നമുക്ക് 400 രൂപ ക്യാഷ് തരുന്നു. ആ സമയത്ത് നമ്മൾ രാജന് 25 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. അപ്പൊ രാജന് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് നമ്മുടെ എക്സ്പെൻസ് ആണ്, ഇല്ലേ? ഇതാ 1200 രൂപ തരാനുണ്ട്. അവൻ 400 തരുമ്പോൾ നമ്മൾ ഒരു 25 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പൊ അത് അത്രേ തന്നതായിട്ട് ട്രീറ്റ് ചെയ്യണം നമ്മൾ കൊടുക്കണം. കാരണം നമ്മുടെ റെക്കോർഡ്സിൽ 1200 രാജൻ തരാനുണ്ട്. അപ്പോൾ രാജന് അതായത് 4-ാം തീയതി നമ്മൾ 25 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ആ ഡിസ്കൗണ്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് മിസ്മാച്ച് വരും. അപ്പോൾ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്, ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അത് കമ്പനിയുടെ ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ എൻട്രി എങ്ങനെയാ വരിക? ഒരു കോമ്പൗണ്ട് എൻട്രി അവിടെ ക്രിയേറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ 400. അത് കഴിഞ്ഞിട്ട് ഒരു ഡെബിറ്റ് ആസ്പെക്ട് കൂടെ വേണം. ഡിസ്കൗണ്ട് DISCOUNT ആണ്. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബ്റ്റർ 25. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബ്റ്റർ 25 എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിൽ നമ്മൾ എത്ര എഴുതണം? 425. ഇതായിരിക്കും നമ്മുടെ എൻട്രി വരിക. ക്ലിയർ? അപ്പം രാജൻ ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണുള്ളത്. രാജന്റെ കൂടെ ഡെബിറ്റിൽ 2 ആൾക്കാരുണ്ട്, 2 അക്കൗണ്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, ഡിസ്കൗണ്ട് അക്കൗണ്ടും ഉണ്ട്. ഈ ക്യാഷ് അക്കൗണ്ടിനെയും ഡിസ്കൗണ്ട് അക്കൗണ്ടിനെയും നമ്മൾ ഏതിലേക്ക് റെക്കോർഡ് ചെയ്യണം? രാജൻ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യണം. അത് ഏത് സൈഡിലാണ്? ഇത് ഡെബിറ്റ് ആണ്. ക്യാഷും ഡിസ്കൗണ്ടും ഡെബിറ്റിലാണ്. ബൈ ആണ്. ഡെബിറ്റിൽ ബൈ ആണ്. ക്ലിയർ? അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, രാജൻ ഇപ്പൊ ക്രെഡിറ്റിലാണെങ്കിൽ അവന്റെ കൂടെ ഉള്ളതിനെ പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ രീതിയിൽ ആ പാറ്റേൺ ഞാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ പോവാം. അഗൈൻ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണ്ട. അപ്പം ടു രാജൻ ബൈ ക്യാഷ് ബൈ ഡിസ്കൗണ്ട്. ബൈ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ, ബൈ എന്ന് പറയുമ്പോൾ അപ്പൊ ഇവിടെ ഡെബിറ്റിലുള്ളത് അവിടെ ക്രെഡിറ്റിൽ എഴുതണം. അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ ഡെബിറ്റിലാണുള്ളതെങ്കിൽ ജേണൽ എൻട്രിയിൽ ഡെബിറ്റിലുണ്ടെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകണം എന്നും പഠിപ്പിച്ചു തരാം. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇവിടെ ബൈ ആണ്. അപ്പൊ ബൈ ക്യാഷ് 400. ബൈ ഡിസ്കൗണ്ട് 25. ഡേറ്റ് എഴുതുക 4/5/2021. 4/5/2021. ക്ലിയർ? അപ്പോൾ ആ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. 4/5/2021 പോസ്റ്റ്. നെക്സ്റ്റ് വൺ 7/5/2021. 7/5/2021. പർച്ചേസ്ഡ് ഫ്രം ഹിം 500. ഞാൻ എൻ്റെ കമ്പനി രാജനിൽ നിന്നും 500 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ്ഡ് ഫ്രം ഹിം 500. എന്തായിരിക്കും ജേണൽ എൻട്രി? പർച്ചേസ് എൻ്റെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പം ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ 2. ക്യാഷ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. രാജനിൽ നിന്നും കടമായിട്ട് വാങ്ങിക്കുന്നു. അപ്പൊ രാജൻ എനിക്ക് എത്ര പൈസയുടെ 500 രൂപയുടെ സാധനം കടമായിട്ട് തരുന്നു. രാജൻ എൻ്റെ ക്രെഡിറ്റർ ആണ്, എൻ്റെ ലയബിലിറ്റി ആണ്. എൻ്റെ ലയബിലിറ്റി അവിടെ കൂടുന്നു. അപ്പൊ എൻട്രി വരിക പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു രാജൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ രാജന്റെ കൂടെ രാജൻ ക്രെഡിറ്റിലാണ്, ടു രാജനാണ്. ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 500. റൈറ്റ് ദ ഡേറ്റ് 7/5/2021. ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇടുക. നെക്സ്റ്റ് 9/5/2021. റിട്ടേൺഡ് ഗൂഡ്സ് ടു ഹിം. അവന് നമ്മൾ ഗൂഡ്സ് റിട്ടേൺ ചെയ്തു.
ഞാനല്ല, രാജനിൽ നിന്നും സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ആ സാധനം എത്ര പൈസയുടെ? 50 രൂപയുടെ സാധനം രാജന് ഞാൻ റിട്ടേൺ ചെയ്യുന്നു. എന്താണത്? പർച്ചേസ് റിട്ടേൺ. ക്ലിയർ ആവുന്നില്ലേ? ഞാൻ രാജന് റിട്ടേൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രാജൻ എനിക്കല്ല, ഞാൻ രാജന് ഗൂഡ്സ് റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞത് എക്സ്പെൻസ് ആണ്. പർച്ചേസ് റിട്ടേൺ വരുന്ന സമയത്ത് എന്താണ് എൻട്രി വരിക? ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. പർച്ചേസ് റിട്ടേൺ വരുന്ന സമയത്തുള്ള എൻട്രി ഇതാണ്: രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്. കാരണം രാജൻ എന്ന ക്രെഡിറ്റർ ഉണ്ടായിരുന്നു, അവന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. 50 രൂപയുടെ സാധനം ഗൂഡ്സ് ഞാൻ അവന് റിട്ടേൺ ചെയ്യുമ്പോൾ ആ ലയബിലിറ്റി, രാജൻ എന്ന ക്രെഡിറ്റർ ലയബിലിറ്റി കുറയുന്ന സമയത്തുള്ള റൂൾ ഡെബിറ്റ് ആണ്. അപ്പൊ രാജൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ടു പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർച്ചേസ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു എക്സ്പെൻസ് കുറയുന്നു. പർച്ചേസ് എന്ന ഒരു എക്സ്പെൻസ് കുറയുന്നു. ആ സമയത്ത് എന്താണ്? പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്ന ഒരു ടെമ്പററി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രാജന്റെ കൂടെ ആരാണുള്ളത്? പർച്ചേസ് റിട്ടേൺ ആണ്. ടു പർച്ചേസ് റിട്ടേൺ. ടു എന്ന് പറഞ്ഞ സമയത്ത് എവിടെയാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ്. ടു പർച്ചേസ് റിട്ടേൺ. നിങ്ങൾ കറക്റ്റ് എഴുതുക. ഞാൻ സ്പേസ് കുറവായതുകൊണ്ട് പി റിട്ടേൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഡേറ്റ് എഴുതുക 9/5/2021. 9/5/2021. എത്ര രൂപയുടെ? 50 രൂപയുടെ സാധനമാണ് നമ്മൾ റിട്ടേൺ ചെയ്തത്. 50 രൂപയുടെ സാധനമാണ് നമ്മൾ രാജന് റിട്ടേൺ ചെയ്തത്. ക്ലിയർ? നെക്സ്റ്റ് 11/5/2021. 11/5/2021. 11/5/2021. Received from him cash 200. ക്യാഷ് കിട്ടി. രാജനിൽ നിന്നും 200 രൂപ ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അസറ്റ് കൂടുന്നു. ഏത് അസറ്റ് കൂടുന്നു? നമുക്ക് ക്യാഷ് കിട്ടുന്നു. ക്യാഷ് എന്ന അസറ്റ് കൂടുന്നു. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് രാജൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത്? രാജൻ നമ്മുടെ ഡെപ്റ്റർ ആയിരുന്നു, നമുക്ക് പൈസ തരാനുള്ള ആളായിരുന്നു, നമ്മുടെ അസറ്റ് ആയിരുന്നു. രാജൻ നമുക്ക് പണം തരുന്ന സമയത്ത് നമ്മുടെ ഡെപ്റ്റർ എന്ന അസറ്റ് കുറയുന്നു. വെൻ ഹി മേക്സ് പേയ്മെന്റ് അവർ ഡെപ്റ്റർ, സൺട്രി ഡെപ്റ്റർ അസറ്റ് ഡിക്രീസസ്. ദാറ്റ് ഈസ് രാജൻ അസറ്റ് ഡിക്രീസസ്. So the rule when asset decreases credit, the entry will be cash account debtor to Rajan account. Don't be confused regarding the journal entry. ഞാൻ പറഞ്ഞിട്ടുണ്ട് ജേണൽ ആണ് ഇതിന്റെ ബേസ്. ക്ലിയർ? ഓക്കെ, പോട്ടെ ഇവിടെ. അപ്പം റിസീവ്ഡ് ഫ്രം ഹിം ക്യാഷ് 200 rupees. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ ബൈ ക്യാഷ്. എത്രയാ? 200. 200 അല്ലേ? 200. ഡേറ്റ് എഴുതുക 11/5/2021. 11/5/2021. ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ജേണൽ എൻട്രി എഴുതിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ഒരു 3-4 തവണ ഇങ്ങനെയുള്ള പ്രോബ്ലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, സോൾഡ് ഹിം 600. എൻട്രി എന്താ? വെരി സിമ്പിൾ. രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്രെഡിറ്റ് സെയിൽ ആണ്. രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് ആണ്. അപ്പം ടു സെയിൽസ് 600. 600 രൂപ. ഡേറ്റ് എഴുതുക 11/5/2021. 11/5/2021. ഒരു ടിക്ക് മാർക്ക് ഇടുക. നെക്സ്റ്റ് 15/5/2021. 15/5/2021. ഹി റിട്ടേൺഡ് ഗൂഡ്സ് 75. ആലോചിക്കുക, മനസ്സിലാക്കുക. ഹി റിട്ടേൺഡ് ഗൂഡ്സ് 75. 75 രൂപയുടെ സാധനം രാജൻ നമുക്ക് റിട്ടേൺ ചെയ്തു. രാജൻ റിട്ടേൺഡ് ഗൂഡ്സ് ടു കമ്പനി വർത്ത് ₹75. What is that? പർച്ചേസ് റിട്ടേൺ ഓർ സെയിൽസ് റിട്ടേൺ? ആലോചിച്ചേ, അത് പർച്ചേസ് റിട്ടേൺ ആണോ അല്ല സെയിൽസ് റിട്ടേൺ ആണോ? യെസ്, ദാറ്റ് ഈസ് സെയിൽസ് റിട്ടേൺ. രാജനെ നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു, അത് രാജൻ നമുക്ക് തിരിച്ചു തരുന്നു. സെയിൽസ് റിട്ടേൺ ആണ്. അങ്ങനെ വിറ്റ സാധനം റിട്ടേൺ വരുന്ന സമയത്ത് നമ്മുടെ ഇൻകം കുറയും. ഇൻകം കുറയുന്ന സമയത്തുള്ള റൂൾ എന്താ? ഡെബിറ്റ് ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എൻട്രി എന്തായിരിക്കും? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, രാജൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് രാജൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത്? നമ്മുടെ അസറ്റ് കുറയുന്നു. എന്താ അസറ്റ്? ഡെപ്റ്റർ. രാജൻ എന്നുള്ളൊരു അസറ്റ് ഉണ്ടായിരുന്നു, സൺട്രി ഡെപ്റ്റർ എന്ന അസറ്റ് ഉണ്ടായിരുന്നു, അത് കുറയുന്നു.
അപ്പോൾ രാജൻ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ബൈ സെയിൽസ് റിട്ടേൺ. നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കണ്ട, ഡെബിറ്റിലാണ് സെയിൽസ് റിട്ടേൺ ഉള്ളത്, രാജന്റെ കൂടെ ഉള്ളത് സെയിൽസ് റിട്ടേൺ ആണ്. ബൈ സെയിൽസ് റിട്ടേൺ. എവിടെയാ ബൈ വരിക? ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ സെയിൽസ് റിട്ടേൺ. ബൈ സെയിൽസ് റിട്ടേൺ എത്രയാ? 75, 75 രൂപ. ഡേറ്റ് എത്രയാ? 15/5/2021. 15/5/2021. അപ്പൊ ഇവിടെ നമുക്കൊരു ടിക്ക് ഇടാം. അതുകൂടെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, സെൻഡ് ഹിം ക്യാഷ് 175. സെൻഡ് ഹിം ക്യാഷ് 175. സെൻഡ് ഹിം ക്യാഷ് എന്ന് പറഞ്ഞാൽ അവന് പണം അയച്ചു കൊടുത്തു. പെയ്ഡ് ക്യാഷ്, ഇത്രയേ ഉള്ളൂ. പെയ്ഡ് ക്യാഷ്. പെയ്ഡ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ രാജന് കൊടുത്തു. നമ്മൾ പൈസ രാജന് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അസറ്റ് കുറയും. ഏത് അസറ്റാണ് കുറയുക? ക്യാഷ് എന്ന ഒരു അസറ്റ് കുറയും. അസറ്റ് കുറയുന്ന സമയത്തുള്ള റൂൾ എന്താ? വെൻ അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. അപ്പം ക്രെഡിറ്റ് ഗോസ് ടു ക്യാഷ് അക്കൗണ്ട്. ഞാനാണ് ജേണൽ എൻട്രി നടത്തുന്നത്, ടു ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ ബൈ എന്തായിരിക്കും? രാജൻ അക്കൗണ്ട്. രാജൻ അക്കൗണ്ട്. സെൻഡ് ഹിം ക്യാഷ് 175. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ രാജൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത്? ഡെബിറ്റ് ചെയ്തത്? രാജന് നമ്മൾ പൈസ കൊടുത്തു. എന്തുകൊണ്ടാണ് പൈസ കൊടുത്തത്? രാജൻ എൻ്റെ ക്രെഡിറ്റർ ആയിരുന്നു, ഞാൻ പണം അവന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ പൈസ കൊടുത്തു. അപ്പൊ പൈസ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ലാബിലിറ്റി കുറയും. ഏത് ലാബിലിറ്റി? ക്രെഡിറ്റർ എന്ന ലാബിലിറ്റി കുറയും. ഇവരുടെ ക്രെഡിറ്ററുടെ പേര് രാജനാണ്. അപ്പൊ രാജൻ എന്ന ലാബിലിറ്റി കുറയുന്നു. ലാബിലിറ്റി കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എൻട്രി വരുന്നത് രാജൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ടു ക്യാഷ്. ടു ക്യാഷ്. ഒന്നും ചിന്തിക്കാതെ ടു ക്യാഷ് ആണ്. നേരെ ടു ഇവിടെ എഴുതിയിട്ടുണ്ട്. ടു ക്യാഷ് എന്ന് എഴുതുക. എത്രയാണ്? 175. റൈറ്റ് ദ ഡേറ്റ് ഓൾസോ. 21/5/2021. 25/5/2021. നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇടുക. കാരണം ടിക്ക് ഇടാനുള്ള കാരണം നമ്മളിത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ. 25/5/2021. 25/5/2021. വാട്ട് ഈസ് ദ ട്രാൻസാക്ഷൻ? പർച്ചേസ്ഡ് ഫ്രം ഹിം 220. 220 രൂപയുടെ സാധനം രാജനിൽ നിന്നും പർച്ചേസ് ചെയ്തു. എന്താ എൻട്രി വരുന്നത്? അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. നോട്ട് ഔട്ട്. ക്യാഷ് ഒന്നും എവിടെ ഉപയോഗിച്ചിട്ടില്ല. പർച്ചേസ്ഡ് ഫ്രം ഹിം 220 rupees. എന്താ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു രാജൻ അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു രാജൻ അക്കൗണ്ട്. രാജൻ ക്രെഡിറ്റിലാണ്. ക്രെഡിറ്റിന്റെ കൂടെയുള്ള രാജന്റെ കൂടെ ഉള്ളത് പർച്ചേസ് ആണ്. ബൈ പർച്ചേസ് ആണ്. ബൈ പർച്ചേസ്. ബൈ എവിടെയാ വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ബൈ പർച്ചേസ്. ബൈ പർച്ചേസ് 220. 220 രൂപ. ഡേറ്റ് 25/5/2021. ഇതുകൂടെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്താ? ബാലൻസ് ചെയ്യുക എന്നതാണ്. ഹൗ ടു ബാലൻസ് ലെഡ്ജർ അക്കൗണ്ട്? ഒരു ലെഡ്ജർ അക്കൗണ്ടിനെ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഒരു ലൈൻ അങ്ങ് വരക്കുക. രണ്ട് സൈഡിലും ഒരു ലൈൻ അങ്ങ് വരക്കുക. എന്നിട്ട് ആ അക്കൗണ്ടിന്റെ ആ മന്ത് ക്ലോസ് ചെയ്യാം. ആ മന്ത് ക്ലോസ് ചെയ്യാം. ഏത് സൈഡാണ് അധികം എന്ന് നോക്കുക. ഏത് സൈഡാണ് അധികം എന്ന് നോക്കുക. ഇവിടെ നോക്കുന്ന സമയത്ത് ഡെബിറ്റ് സൈഡാണ് അധികം. നിങ്ങൾ ജസ്റ്റ് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് ആണ് അധികം വരുന്നത്. ഡെബിറ്റ് സൈഡ് ടോട്ടൽ വരുന്നത് 2025 ആണ്. 2025 ആണ്. 2025 രൂപയാണ് ഡെബിറ്റ് സൈഡ് ടോട്ടൽ വരുന്നത്. ആ ടോട്ടൽ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ റീറൈറ്റ് ചെയ്യുക. 2025 എന്ന എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് നിങ്ങൾ റീറൈറ്റ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിലേക്ക് റീറൈറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? 2025 നിന്നും 220, 75, 200, 500, 25, 400 ഇത്രയും എമൗണ്ട്, ഇത്രയും നമ്പേഴ്സ് അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക? കുറക്കുക. അങ്ങനെ കുറക്കുന്ന സമയത്ത് ആ ബാലൻസിങ് ഫിഗർ നമുക്ക് കിട്ടും. ഇപ്പൊ ഓർമ്മയില്ലേ? ഇപ്പോഴുള്ളത് എങ്ങനെയാ? ഇങ്ങനെയാണുള്ളത്. ഡെബിറ്റ് സൈഡ് അധികവും ക്രെഡിറ്റ് സൈഡ് കുറവുമാണ്. അതിനെ നമ്മൾ ഇങ്ങനെ ഈക്വൽ ആക്കുന്നു. അതാണ് ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടോട്ടൽ അവിടെ റീറൈറ്റ് ചെയ്തു. ഈ എമൗണ്ടിൽ നിന്നും, ടോട്ടൽ എമൗണ്ടിൽ നിന്നും മറ്റ് നമ്പേഴ്സ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 605 ആണ്. 605 ആണ്. 605 ആണ് കിട്ടുന്നത്. ആ 605 രൂപ എന്താണ്? ബാലൻസിങ് ഫിഗർ ആണ്. ബാലൻസിങ് ഫിഗർ ആണ്. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് 30 അല്ലെങ്കിൽ 25, 35 ക്ലോസ് ചെയ്യാം. 35/2021 ക്ലോസ് ചെയ്യാം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഇപ്പൊ ഏത് സൈഡാണ് അധികം? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇപ്പൊ രാജൻ അക്കൗണ്ട് ഇങ്ങനെ ചെയ്തിട്ട് 605 രൂപ ബാലൻസ് കിട്ടി. അത് ക്രെഡിറ്റ് സൈഡിലാണുള്ളത്. ഇപ്പൊ രാജൻ അക്കൗണ്ടിനുള്ള ബാലൻസ് ഏതാ? ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ഏത് ബാലൻസ് ആണ് ഇപ്പൊ രാജൻ അക്കൗണ്ടിനുള്ളത് എന്ന് പറഞ്ഞേ? ഏത് ബാലൻസ് ആണ്? യെസ്, ഡെബിറ്റ് ബാലൻസ് ആണ്. എന്താ അതിന്റെ റീസൺ? കാരണം ഡെബിറ്റ് സൈഡാണ് അധികം.
ഡെബിറ്റ് സൈഡ് ആണ് അധികം. ഇഫ് ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ക്രെഡിറ്റ് സൈഡ്, ദാറ്റ് അക്കൗണ്ട് പോസസ് ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് സൈഡ് ആണ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ അധികമെങ്കിൽ ആ അക്കൗണ്ടിനുള്ളത് ഡെബിറ്റ് ബാലൻസ് ആണ്. പണ്ടേ പഠിച്ച റൂളാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് ഇപ്പോൾ രാജൻ അക്കൗണ്ടിനുള്ളത്. ഈ ബാലൻസിനെ അപ്പോൾ അടുത്ത മാസം 1/6/2021 അഗെയിൻ ട്രാൻസാക്ഷൻ നടക്കും രാജനുമായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ടിനെ നമ്മൾ താഴേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യണം. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 605 രൂപ അവിടെ എഴുതുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് കാണുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ജേണൽ എൻട്രി കൃത്യമായിട്ട് പഠിക്കുക. ഇനിയും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ പഴയ ക്ലാസ്സുകളുണ്ട്. ഇതേ ചാപ്റ്ററിൻ്റെ പകുതി ഉള്ള ക്ലാസ്സുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഉണ്ട്. അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ജേണൽ എൻട്രി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.